തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി കൂടിയുണ്ട്. സൂരജ്, പടിയൂരിൽ 100-ലധികം വീടുകളിൽ വെള്ളം കയറിയുണ്ടായ അവസ്ഥ ആ ദൃശ്യങ്ങൾ രാവിലെ കണ്ടതാണ്. അവിടെ ബണ്ട് നിർമ്മിച്ചതാണ്. അത് തുറന്നു കൊടുത്താൽ ഈ പ്രശ്നം തീരുമെന്നൊക്കെ നാട്ടുകാർ പറഞ്ഞതും പഞ്ചായത്തിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായതുമൊക്കെ കണ്ടതാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ? ഗോപികൃഷ്ണൻ, പടിയൂരിലെ ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. ഈ 100-ലധികം വീടുകൾ തീർത്തും വെള്ളത്തിലാണ്. ഇന്ന് രാത്രി മഴ പെയ്യുകയാണെങ്കിൽ നാളത്തെ സ്ഥിതി എന്താകും എന്നുള്ളതാണ് ഈ 100 കുടുംബങ്ങളെ സംബന്ധിച്ചുള്ള വലിയ ആശങ്ക. ഇതിനോടകം തന്നെ ചില കുടുംബങ്ങളിൽപ്പെട്ടവർ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നെങ്കിലും അങ്ങോട്ട് മാറാനും ഇവർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി മഴ പെയ്യുകയാണെങ്കിൽ നാളെ എന്താകും അവിടുത്തെ സ്ഥിതി എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ ആശങ്കയുണ്ട്. അതേസമയം ബണ്ട് തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായാണ് പഞ്ചായത്ത് അധികൃതർ അറിയിക്കുന്നത്. അത്തരം ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. നാളെ തന്നെ ബണ്ട് തുറക്കാൻ കഴിയും എന്ന പ്രതീക്ഷ പഞ്ചായത്ത് പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഔദ്യോഗിക ഉത്തരവായ ഒന്നും തന്നെ പുറത്തിറങ്ങിയിട്ടില്ല. അതേസമയം തൃശ്ശൂർ ജില്ലയിലാകെ തന്നെ മഴ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് വൈകുന്നേരത്തോടു കൂടിയുള്ളത്. മലയോര മേഖലകളിലടക്കം ശക്തമായ മഴയുണ്ട്. അതോടൊപ്പം തന്നെ കരുവന്നൂർ പുഴ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വലിയ ആശങ്കയാണ് അവിടെയുമുള്ളത്. ഗോപികൃഷ്ണൻ, ശരി.